ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സെൽഫ് ലവ് മിറർ വർക്കിൻ്റെ 19ാമത്തെ ദിവസത്തെ പ്രാക്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ഇന്ന് നമുക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ നന്മകൾക്കും നന്ദി പറയാം. എങ്ങനെ കൃതജ്ഞതയോടെ ജീവിക്കാം എന്ന് നോക്കാം. ആരാണോ നന്ദിയോടെ ജീവിക്കുന്നത് അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നന്ദിയും അഭിവൃദ്ധിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഒരു കാര്യത്തിന് നന്ദി പറയുമ്പോൾ നമുക്ക് നന്ദി പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിച്ചു തരും. യൂണിവേഴ്സ് അഥവാ ദൈവം നമ്മൾക്ക് തരുന്ന എല്ലാറ്റിനെയും അപ്രിഷ്യേറ്റ് ചെയ്യുക, നന്ദി പറയുക, അത് നമ്മുടെ ശീലമാക്കി മാറ്റുക. അപ്പോൾ നമ്മൾ സമൃദ്ധിയാൽ നിറയും എന്നാണ് യൂണിവേഴ്സൽ ലോ പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു ഗിഫ്റ്റ് നമ്മുടെ ഒരു കൂട്ടുകാരന് വാങ്ങിച്ചു കൊടുത്തു എങ്കിൽ അയാൾ പറയുകയാണ്, ഇതെനിക്ക് ചേരില്ല, എനിക്കിതിഷ്ടമായില്ല. അപ്പോൾ നമ്മൾക്ക് എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാവുക? ഇനിയും അയാൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ തോന്നുമോ? അതിനു പകരം നീ എനിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിയല്ലോ, നിന്റെ സ്നേഹത്തിന് നന്ദി എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾക്ക് ഇനിയും കൊടുക്കാനായിട്ട് തോന്നും. അതേപോലെ തന്നെയാണ് പ്രപഞ്ചവും. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുക. അത് ഒരു ശീലമാക്കി മാറ്റുക. ദിവസം മുഴുവൻ ഇല്ലായ്മയുടെ ചിന്തകളാണ് നിങ്ങളിൽ ഉള്ളതെങ്കിൽ, അതായത് എനിക്ക് പണമില്ല, എനിക്ക് ആരോഗ്യമില്ല, എൻ്റെ മനസ്സിനൊരു സുഖവുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഇതുപോലെ ഇല്ലായ്മ മാത്രമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ധരിക്കാൻ ഒരു ജോഡി ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിന് നന്ദി പറയുക. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ അതിന് നന്ദി പറയുക. നിങ്ങൾക്ക് സുഖമായി ശ്വസിക്കാനും നടക്കാനും കേൾക്കാനും കാണാനും സാധിക്കുന്നുവെങ്കിൽ അതിന് നന്ദി പറയുക. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം നന്ദി പറയുക. ഇത് ഒരു ശീലമായാൽ പരാതി പറയുന്ന നിങ്ങളുടെ ശീലം മാറി നിങ്ങളുടെ ജീവിതം വളരെ സമാധാനത്തിലും സന്തോഷത്തിലും ഉള്ളതായി തീരും. ഇന്ന് നിങ്ങൾ കാണുന്ന എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കുക. അവർ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ നന്ദി പറയുക. നിങ്ങൾക്ക് നന്ദി പറയാൻ സാധിക്കുന്ന ഒരു സന്ദർഭവും ഒഴിവാക്കരുത്. ഇന്ന് മനസ്സിൽ ഉറപ്പിക്കുക, ഞാൻ സന്തോഷപൂർവ്വം ജീവിതത്തിന് നൽകുന്നു. ജീവിതം സ്നേഹപൂർവ്വം അത് തിരിച്ചു നൽകുകയും ചെയ്യുന്നു. ഇനി ഇന്നത്തെ മിറർ വർക്ക്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ പറയുക, ഗുഡ് മോർണിംഗ് ബെഡ്, നീ എന്നെ വളരെ സുഖമായി ഉറങ്ങാൻ സഹായിച്ചതിന് നന്ദി. ഇന്ന് വളരെ നല്ല ദിവസമാണ്, എല്ലാം നല്ലതാണ്. കുറച്ചു നേരം ബെഡിലിരുന്നു കൊണ്ട് എല്ലാ നന്മകൾക്കും നന്ദി പറയുക. ഇനി കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുക. ശേഷം കണ്ണാടിയിലേക്ക് നോക്കി കണ്ണുകളിലേക്ക് വളരെ സ്നേഹത്തോടെ നോക്കുക. നിങ്ങൾക്ക് നന്ദി പറയാനുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. കണ്ണിൽ നോക്കി പറയുക, എനിക്ക് വളരെ മനോഹരമായി പുഞ്ചിരിക്കാൻ കഴിയുന്നതിന് വളരെ നന്ദിയുണ്ട്. എൻ്റെ ആരോഗ്യമുള്ള ജീവിതത്തിന് നന്ദി. എനിക്കിന്ന് ജോലിക്ക് പോകാൻ സാധിക്കുന്നതിന് നന്ദി. ഇന്ന് കണ്ടുമുട്ടാൻ പോകുന്ന കൂട്ടുകാർക്കും നന്ദി. ഇന്ന് കണ്ണാടിയിൽ കാണുമ്പോഴെല്ലാം നിങ്ങൾക്ക് നന്ദി പറയാനുള്ള കാരണം ഓർക്കുക. അതിന് നന്ദി പറയുക. ഇനി നോട്ട്ബുക്കിൽ എഴുതേണ്ട കാര്യമാണ്, ഇന്ന് മുതൽ എല്ലാ ദിവസവും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട് അതിനെല്ലാം നന്ദി എഴുതുക. ഇനി കുറച്ച് അഫർമേഷൻസ് ആണ്. ഇനി മുതൽ നിങ്ങൾ കണ്ണാടിയുടെ മുന്നിലൂടെ പോകുമ്പോൾ മനസ്സിൽ പറയുകയോ അല്ലെങ്കിൽ ഉച്ചത്തിൽ പറയുകയോ ചെയ്യുന്നതിനായി ഈ അഫർമേഷൻസ് എഴുതി വെക്കുക. ഉദാഹരണമായി, ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായതിന് നന്ദി, എന്നിലേക്ക് ധാരാളം പണം വരുന്നതിന് നന്ദി, എൻ്റെ സന്തോഷം നിറഞ്ഞ ജീവിതത്തിന് നന്ദി. ഇതേപോലുള്ള നന്ദി വാചകങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ
ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. അതിനെ സങ്കല്പിച്ചുകൊണ്ടുള്ള നന്ദി വാക്യങ്ങൾ എഴുതി വെച്ച് കണ്ണാടിയിൽ നോക്കി പറയുക. നിങ്ങളെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന രീതിയിലുള്ള നല്ല നല്ല ബുക്കുകൾ വായിക്കുക. കൃതജ്ഞതയുടെ ശക്തിയെക്കുറിച്ച് പറയുന്ന ബുക്കുകൾ വായിക്കുക. ഇനി ഇന്നത്തെ ഹൃദയചിന്ത: ഞാൻ കൃപയോടെ സമ്മാനങ്ങൾ കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. നമ്മൾ നന്ദിയാൽ നിറഞ്ഞ് നമ്മളിൽ നിന്നും നന്ദി പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്കും പ്രപഞ്ചത്തിലേക്കും പ്രവഹിക്കുമ്പോൾ അവരിലും പ്രപഞ്ചത്തിലും നന്ദി നിറയുകയും അത് നമ്മളിലേക്ക് തന്നെ വീണ്ടും ഇരട്ടിയായി തിരിച്ചു വരികയും ചെയ്യുന്നു. ഇന്നത്തെ മെഡിറ്റേഷൻ 2 പേർ ചേർന്ന് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ ഫാമിലിയിലുള്ള ആരുടെയോ കൂടെ ചെയ്യുക. 2 പേരും അഭിമുഖമായി ഇരിക്കുക. 2 പേരുടെയും കൈകൾ കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് കണ്ണുകളിലേക്ക് നോക്കുക. ദീർഘശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുക. അതോടൊപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് പുറത്തുപോയി എന്ന് സങ്കല്പിക്കുക. ഒരു ദീർഘശ്വാസം കൂടി എടുത്ത് പുറത്തേക്ക് വിടുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ജഡ്ജ്മെൻറ്റുകളും പുറത്തു കളയുക. ഇപ്പോൾ ഈ നിമിഷം ആ വ്യക്തിയുടെ കൂടെ മാത്രമാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങൾ ആ പങ്കാളിയിൽ കാണുന്നത് നിങ്ങളുടെ തന്നെ റിഫ്ലക്ഷനാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിൻ്റെ റിഫ്ലക്ഷൻ. നമ്മൾ എല്ലാം ഒന്നാണ്. ഒരു യൂണിവേഴ്സൽ എനർജിയുടെ ഭാഗമാണ്. നമ്മൾ എല്ലാവരും ഒരേ വായു ശ്വസിക്കുന്നു. നമ്മളെല്ലാവരും കുടിക്കുന്നത് ഒരേ ജലമാണ്. ഈ ഭൂമിയിലുള്ള ഭക്ഷണം നമ്മളെല്ലാവരും കഴിക്കുന്നു. നമ്മളെല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങളുടെ അഭിമുഖമായിരിക്കുന്ന വ്യക്തിയെ സ്നേഹത്തോടെ നോക്കുക. അവരിൽ നിന്ന് നിങ്ങൾ സ്നേഹം സ്വീകരിക്കുന്നതായും സങ്കല്പിക്കുക. നിങ്ങളുടെ ആ പങ്കാളിക്ക് എല്ലാവിധ നന്മകളും മനസ്സുകൊണ്ട് ആശംസിക്കുക. അറിയുക, നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് 10 മടങ്ങായി അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്ന്. അതുകൊണ്ട് നന്മകൾ മാത്രം കൊടുക്കുക. 10 മടങ്ങായി നന്മകൾ മാത്രം നമ്മളെ തേടിയെത്തും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അതെ, അതങ്ങനെ തന്നെ. ഇന്നത്തെ മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഓൾ.